ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് അല്ലേ, അതിൻ്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത് രണ്ടാമത്തെ പാർട്ടാണ് ഓർഗനൈസേഷൻ ചാർട്ട് ഓഫ് രജിസ്ട്രാർ ആൻഡ് DC ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ചാർട്ടാണ്. അപ്പോൾ അതിൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആളെന്ന് പറഞ്ഞാൽ രജിസ്ട്രാറാണ്. ഓഡിറ്റ് വിങ്ങിലേക്ക് വരുമ്പോൾ അതിൻ്റെ തലവൻ എന്ന് പറയുമ്പോൾ DC ആണ്. ഓഡിറ്റ് വിങ്ങിൽ എന്ന് പറയുകയാണെങ്കിൽ അത് DC ആണ്. അല്ലാത്ത നമ്മളെ ജനറലായിട്ട് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് തലവൻ അല്ലെങ്കിൽ അധിപൻ എന്ന് പറയുന്നത് രജിസ്ട്രാർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു ഓർഗനൈസേഷൻ ചാർട്ടാണ്, അവരുടെ ഒരു സംഘടനാ തലമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അറ്റ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ ഓഫീസ് അല്ലേ, രജിസ്ട്രാറിൻ്റെ ഓഫീസ് നമുക്കറിയാം, ഇവിടെ തിരുവനന്തപുരത്താണ് രജിസ്ട്രാറിൻ്റെ ഓഫീസ് ഉള്ളത്. ആ ഒരു ഓഫീസിൻ്റെ പേര് നമ്മൾ ജവഹർ സഹകരണ ഭവൻ എന്നുള്ളതാണ്. അപ്പോൾ അത് രജിസ്ട്രാറിൻ്റെ ഓഫീസാണ്, ഹെഡ് ക്വാർട്ടേഴ്സാണ് അല്ലേ. അപ്പോൾ ആ രജിസ്ട്രാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഓഫീസിൽ ആരൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാ? രജിസ്ട്രാറാണ്. രജിസ്ട്രാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ആരാ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്? രജിസ്ട്രാറിനെയാണ് കാണാൻ സാധിക്കുന്നത്. ടോപ്പിൽ അദ്ദേഹമാണ് ഇരിക്കുന്നത് അല്ലേ. ആൻഡ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് അസിസ്റ്റഡ് വിത്ത് 4 അഡീഷണൽ രജിസ്ട്രാർ. രജിസ്ട്രാറിൻ്റെ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥനാണ് അഡീഷണൽ രജിസ്ട്രാർ അല്ലേ. അപ്പോൾ രജിസ്ട്രാറിനെ സഹായിക്കുന്നതിന് വേണ്ടി രജിസ്ട്രാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ 4 അഡീഷണൽ രജിസ്ട്രാർമാരാണ് ആ ഡ്യൂട്ടിക്കുള്ളത് അല്ലെങ്കിൽ ചാർജിലുള്ളത്, അധികാരത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ ആ 4 ആൾക്കാർ ആരൊക്കെയാണ്? 4 അഡീഷണൽ രജിസ്ട്രാർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഒന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ, പൊതുഭരണം, പൊതുവായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭരണത്തിന് വേണ്ടി രജിസ്ട്രാറിനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ ഒരു നമ്മുടെ അഡീഷണൽ രജിസ്ട്രാർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ആ അഡീഷണൽ രജിസ്ട്രാർ ജനറൽ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ മാറ്റേഴ്സ് ഓഫ് CCU ആൻഡ് പബ്ലിസിറ്റി, ഇത്രയും കാര്യങ്ങളായിരിക്കും ഡീൽ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളായിരിക്കും രജിസ്ട്രാറിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് CCയുമായിട്ട് ബന്ധപ്പെട്ട? CCU എന്ന് പറഞ്ഞാൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സെക്ഷൻ 88 പ്രകാരമാണ് CCയുനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, താലൂക്ക് പരിധിയിലുള്ള യൂണിയൻ ആണെന്ന് പറയുന്നത് നമ്മുടെ CCU എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സഹായിക്കുന്നതിന്, അവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി, രജിസ്ട്രാറിനെ സഹായിക്കുന്നതിന് വേണ്ടി, അതുപോലെ പബ്ലിസിറ്റി, സഹകരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പബ്ലിസിറ്റി, അതിൻ്റെ പബ്ലിക് റിലേഷൻ അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളിലൊക്കെ രജിസ്ട്രാറിനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു അഡീഷണൽ രജിസ്ട്രാർ ഉണ്ടാകും. ഇനി അടുത്ത മറ്റൊരു അഡീഷണൽ രജിസ്ട്രാർ ആണെങ്കിൽ മൊത്തം നമുക്ക് 4 പേരാണുള്ളത്. അതിനകത്ത് ഒരാൾ നമ്മൾ പറഞ്ഞു ജനറൽ അഡ്മിനിസ്ട്രേഷൻ, മാറ്റേഴ്സ് ഓഫ് CCU, അതുപോലെ അതിൻ്റെ പബ്ലിസിറ്റി. ഇനി ക്രെഡിറ്റ് വിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമതാണ് ക്രെഡിറ്റ് വിങ്. ക്രെഡിറ്റ് വിങ് എന്ന് പറഞ്ഞാൽ വായ്പാ സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട് അല്ലേ, ക്രെഡിറ്റ് വിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള സൊസൈറ്റികളിലെ പ്രവർത്തനങ്ങളെ അതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാറിനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു അഡീഷണൽ രജിസ്ട്രാർ ഉണ്ടാകും. അപ്പോൾ ക്രെഡിറ്റ് വിങ് എന്ന് പറയുമ്പോൾ അറിയാലോ എന്തൊക്കെയാണ്? ക്രെഡിറ്റ് സൊസൈറ്റികൾ, പാക്സുകൾ, PCRDBകൾ, അതുപോലെ ഹൗസിംഗ് സൊസൈറ്റികൾ, എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റികൾ, അതുപോലെ എന്താണ് ഈ പറഞ്ഞ രീതിയിൽ എന്താണ് അർബൻ സൊസൈറ്റികൾ, അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വായ്പാ സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ, അവരുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നതിന് വേണ്ടി ഒരു അഡീഷണൽ രജിസ്ട്രാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ രജിസ്ട്രാറിനോടൊപ്പം ഉണ്ടായിരിക്കും. ദെൻ അതുപോലെ കൺസ്യൂമർ സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രജിസ്ട്രാറിനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു അഡീഷണൽ രജിസ്ട്രാർ ഉണ്ടാകും. അതുപോലെ നാലാമതായിട്ട് കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ ആൻഡ് ICDP. കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോവുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ ICDP എന്ന് പറയുമ്പോൾ അറിയാലോ, ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ രീതിയിൽ ICDP എന്ന് പറയുന്നത്. ICDP എന്ന് പറഞ്ഞാൽ നമ്മുടെ NCDC ആണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ICDP, അതേപോലെ കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രജിസ്ട്രാറിനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു അഡീഷണൽ രജിസ്ട്രാർ. അങ്ങനെ മൊത്തം രജിസ്ട്രാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ 4 അഡീഷണൽ രജിസ്ട്രാർമാരായിരിക്കും നമ്മുടെ ഈ പറഞ്ഞ രജിസ്ട്രാറിനെ സഹായിക്കാൻ വേണ്ടിയുള്ളത്. ഓക്കെ, ഇനി നോക്കാം. ദർ ആർ 2 ജോയിൻറ്റ് രജിസ്ട്രാർസ് ഇൻ ഹെഡ് ഓഫീസ് ഇൻ ചാർജ് ഓഫ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു. നമ്മൾ പറഞ്ഞു മൊത്തം 9 അഡീഷണൽ രജിസ്ട്രാർമാരാണ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരിക്കുക. അതിനകത്ത് 4 പേര് രജിസ്ട്രാറിനോടൊപ്പം രജിസ്ട്രാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ട്, രജിസ്ട്രാറിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി. അതുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ 4 ഹെഡിങ്ങിലായിട്ട് പഠിച്ചു. ഓക്കെ, ആ 4 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 4 അഡീഷണൽ രജിസ്ട്രാർമാർ രജിസ്ട്രാറിനെ 4 കാര്യങ്ങൾ സഹായിക്കുന്നതിന് വേണ്ടി 4 പേര് അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇനി ഈ അഡീഷണൽ രജിസ്ട്രാർമാരെ കൂടാതെ 2 ജോയിൻറ്റ് രജിസ്ട്രാർമാർ, അറിയാലോ, ജില്ലാ തലത്തിലുള്ള രജിസ്ട്രാറിൻ്റെ എല്ലാ പവേഴ്സുമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ജോയിൻറ്റ് രജിസ്ട്രാർമാരെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ 14 ജില്ലയ്ക്കും കൂടെ 14 ജോയിൻറ്റ് രജിസ്ട്രാറുണ്ട്. അതിൽ 2 ആൾക്കാർ എവിടെ ഉണ്ടാവും? ഈ പറഞ്ഞ ഹെഡ് ഓഫീസിലുണ്ടാവും രജിസ്ട്രാറിൻ്റെ. അപ്പോൾ അവർ ഇൻ ചാർജ് ഓഫ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കൈകാര്യം ചെയ്യുന്നത് ആ 2 ജോയിൻറ്റ് രജിസ്ട്രാർമാർ? ഒന്ന് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റി. മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള
കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഒരു ജോയിൻറ്റ് രജിസ്ട്രാർ ഹെഡ് ഓഫീസിലുണ്ടാകും. അതുപോലെ തന്നെ SC/ST കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു ജോയിൻറ്റ് രജിസ്ട്രാർ നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ ഹെഡ് ഓഫീസിലുണ്ടായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ജോയിൻറ്റ് രജിസ്ട്രാർമാർ 2 പേരാണ് നമ്മുടെ രജിസ്ട്രാറിൻ്റെ ഓഫീസിലുള്ളത് അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ളത്. അവരെന്തൊക്കെയാണ് കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്, അപ്പോൾ അത് കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റി ആൻഡ് SC/ST സൊസൈറ്റി. ഓക്കെ, ദെൻ ഓഫീസേഴ്സ് വർക്കിംഗ് അറ്റ് ദ ഹെഡ് ക്വാർട്ടേഴ്സിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ രജിസ്ട്രാർ, 4 അഡീഷണൽ രജിസ്ട്രാർമാർ, 2 ജോയിൻറ്റ് രജിസ്ട്രാർമാർ. ഇനി ബാക്കി ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാർ, ഇവരെ കൂടാതെ ബാക്കി ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ പറഞ്ഞ രീതിയിൽ ഓർഗനൈസേഷൻ സെറ്റപ്പിൽ, രജിസ്ട്രാറിൻ്റെ ഓർഗനൈസേഷൻ സെറ്റപ്പിൽ ഹെഡ് ഓഫീസിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാം. നമ്മളിപ്പോൾ പഠിക്കുന്നത് രജിസ്ട്രാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചാണ്. അപ്പോൾ രജിസ്ട്രാർ ആദ്യം വരുന്നു. അതുകൂടാതെ 4 അഡീഷണൽ രജിസ്ട്രാർമാർ രജിസ്ട്രാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി ഉണ്ടാവും 4 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അതുപോലെ അവരെ കൂടാതെ 2 ജോയിൻറ്റ് രജിസ്ട്രാർമാർ ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ടാകും. അവരും 2 കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിങ്ങും അതുപോലെ SC/ST. ഓക്കെ, ഇനി ഇവരൊന്നുമല്ലാതെ നമ്മുടെ ഈ ഓഫീസിൽ മറ്റേതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണുള്ളത് എന്ന് നോക്കാം. ഒരു ലോ ഓഫീസർ ഉണ്ടാകും അല്ലേ, ലോ ഓഫീസർ ആൻഡ് ഫിനാൻസിങ് ഓഫീസർ അല്ലേ, ഒരു ലോ ഓഫീസറും അതേപോലെ ഒരു ഫിനാൻസിങ് ഓഫീസറും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ലോ ആൻഡ് ഫിനാൻസ് ഓഫീസർ, ഒരു ലോ ഓഫീസറും അതേപോലെ ഒരു ഫിനാൻസ് ഓഫീസറും അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് രജിസ്ട്രാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ. ഓക്കെ, അപ്പോൾ എന്താണ് അവർ വരുന്ന എവിടുന്ന? ഡെപ്യൂട്ടേഷൻ ഫ്രം ദ സെക്രട്ടേറിയറ്റ്. നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വരുന്ന ആൾക്കാരാണ് അല്ലേ, ഡെപ്യൂട്ടേഷനിൽ വരുന്ന ആൾക്കാരാണ് ഇങ്ങനെ ലോ ഉദ്യോഗസ്ഥനായിട്ടും ഫിനാൻസ് ഉദ്യോഗസ്ഥനുമായിട്ട് എവിടെ ഇരിക്കുന്നത്? നമ്മുടെ രജിസ്ട്രാറിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി രജിസ്ട്രാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ളത്. ഓക്കെ, അഡ്വൈസ് ദ RCS, എന്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത്? രജിസ്ട്രാറിനെ എങ്ങനെയാണ് അവരെ സഹായിക്കുന്നത്? രജിസ്ട്രാറിന് അഡ്വൈസ് കൊടുക്കുന്നു അല്ലേ, ഉപദേശങ്ങൾ നൽകുന്നു. എന്തുമായി ബന്ധപ്പെട്ട്? മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ലീഗൽ ആസ്പെക്ട്, നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ രജിസ്ട്രാറിന് ഉപദേശം നൽകുന്നു. ആൻഡ് ഫിനാൻസ് മാറ്റേഴ്സ് റെസ്പെക്റ്റീവ്ലി, ഫിനാൻസുമായി ബന്ധപ്പെട്ട സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ രജിസ്ട്രാറിന് എന്ത് ചെയ്യുന്നു? ഉപദേശം നൽകുന്നു. അപ്പോൾ അങ്ങനെ അഡ്വൈസ് കൊടുക്കുന്നതിന് വേണ്ടി രജിസ്ട്രാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു ലോ ഓഫീസറും അതേപോലെ ഫിനാൻസ് ഓഫീസറും ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ദെൻ അടുത്ത എന്താ? അപ്പോൾ അവർ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വരുന്ന ആൾക്കാരാണെന്നും കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി ആരാ? ഇവരെ കൂടാതെ ഒരു റിസർച്ച് ഓഫീസർ ഉണ്ടാകും. ഓക്കെ, ഒരു റിസർച്ച് ഉദ്യോഗസ്ഥനുണ്ടായിരിക്കും. അദ്ദേഹം വരുന്ന എവിടുന്ന? ഡെപ്യൂട്ടഡ് ഫ്രം ദ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വരുന്ന ഒരു റിസർച്ച് ഓഫീസറും രജിസ്ട്രാറിനോടൊപ്പം രജിസ്ട്രാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ടുണ്ടായിരിക്കും. അവരെന്താ ചെയ്യുന്നത്? ചാർജ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ വിങ്. അവർ നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ വിങ്ങിൻ്റെ ചാർജാണ് അല്ലെങ്കിൽ ആ ഒരു അധികാരമാണ് ഈ ആൾക്കാർ വഹിക്കുന്നത്, ഈ റിസർച്ച് ഓഫീസർമാർ കൈകാര്യം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെയാണ്. അടുത്ത എന്താണ്? ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ടാകും. അപ്പോൾ നമ്മൾ 4 രജിസ്ട്രാറിനെ കൂടാതെ രജിസ്ട്രാറിൻ്റെ അധികാരങ്ങൾ വിനിയോഗിക്കുന്ന രജിസ്ട്രാറിൻ്റെ സബോർഡിനേറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അത് 4 അഡീഷണൽ രജിസ്ട്രാർമാർ, 2 ജോയിൻറ്റ് രജിസ്ട്രാർമാർ, പിന്നെ വരുന്നത് രജിസ്ട്രാർമാരല്ലാത്ത 2 ഉദ്യോഗസ്ഥന്മാർ. അത് ഒന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വരുന്ന ലോ ഉദ്യോഗസ്ഥനും അതേപോലെ ഫിനാൻസ് ഉദ്യോഗസ്ഥനും. അപ്പോൾ അവർ രജിസ്ട്രാറിനെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, അഡ്വൈസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ലോ ഓഫീസർ ആണെങ്കിൽ ലോയുമായി ബന്ധപ്പെട്ട ലീഗൽ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഡ്വൈസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഫിനാൻസ് ഓഫീസർ ഉണ്ടാകും. അതുപോലെ തന്നെ രണ്ടാമതായിട്ടൊരു റിസർച്ച് ഓഫീസർ, അദ്ദേഹം എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വരുന്ന ആളാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ വിങ്ങിൻ്റെ ചാർജാണ് വഹിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് രജിസ്ട്രാറിൻ്റെ വിഭാഗത്തിൽ നിന്ന് ഇനി വരുന്നത് അഡീഷണൽ രജിസ്ട്രാറും ജോയിൻറ്റ് രജിസ്ട്രാറും കൂടാതെ വരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി രജിസ്ട്രാർ. ഡെപ്യൂട്ടി രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് രജിസ്ട്രാർ കഴിഞ്ഞാൽ രജിസ്ട്രാറിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡറിലുള്ള അതോറിറ്റിയിൽ വരുന്ന ആൾ, എന്താണ് ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ. ജോയിൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വരുന്ന ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ എവിടെ ഉണ്ടാകും? രജിസ്ട്രാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഉണ്ടാകും. ആരെ കൂടാതെ? അഡീഷണലും ജോയിൻറ്റും കൂടാതെ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അപ്പം 1 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്കിംഗ് ആസ് ഇന്റർമീഡിയറ്റ്ലി ഓഫീസ് അല്ലേ. 1 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വർക്കിംഗ് ആസ് ഇന്റർമീഡിയറ്റ്ലി ഓഫീസർ അല്ലേ. അപ്പോൾ എന്താണ്? ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? ഒരു ഇന്റർമീഡിയറ്റ്ലി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹം എന്തിൻ്റെ ചാർജ് ആയിരിക്കും വഹിക്കുന്നത്? നമ്മുടെ അഡീഷണൽ രജിസ്ട്രാർ വഹിച്ച അതേ ചാർജ് അല്ലേ, ICDP സെക്ഷൻ ആയിരിക്കും. അപ്പോൾ അഡീഷണൽ രജിസ്ട്രാർ ഈ ICDPയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ രജിസ്ട്രാറിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അഡീഷണൽ രജിസ്ട്രാർ ഉണ്ട്. ഇനി ഈ ICDP നടപ്പിലാക്കുന്നതിന് കണ്ടോ ഒരു ഇടനിലക്കാരനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഇന്റർമീഡിയറ്റ്ലി ഓഫീസർ എന്ന് പറയുന്നത്. മറ്റേ എന്താണ്? അഡീഷണൽ രജിസ്ട്രാറിനെ ICDPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ സഹായിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ
ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അല്ലേ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ വഴിയാണല്ലോ ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇംപ്ലിമെൻ്റ് ആക്കുന്നതിന് വേണ്ടി ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ നമ്മുടെ ഈ പറഞ്ഞ രജിസ്ട്രാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അദ്ദേഹം ICDPയുടെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് ആ സെക്ഷനിലായിരിക്കും അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പം നമ്മൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ ആൾക്കാരുടെ പേരുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, അവർ എന്തൊക്കെ ചാർജാണ് അവർ വഹിക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി ഇവരെ ഒന്നും കൂടാതെ ഇപ്പം നമ്മൾ പറഞ്ഞ ഇത് കൃത്യമായിട്ടുള്ള അധികാരങ്ങളുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ചാർജ് ഏർപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആൾക്കാരാണ്. ഇനി ഇവരെ ഒന്നും കൂടാതുള്ള ആൾക്കാർ 7 ഡെപ്യൂട്ടി രജിസ്ട്രാർമാർ. നേരത്തെ പറഞ്ഞ എന്താ, ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറിനെ ICDPയുടെ സെക്ഷനുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഇത് കൂടാതെ 7 ഡെപ്യൂട്ടി രജിസ്ട്രാർമാർ ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ടായിരിക്കും. അവരുടേതായിട്ടുള്ള അന്നേരം കൊടുക്കുന്ന ജോലികളായിരിക്കും ചെയ്യുന്നത്, ഏൽപ്പിച്ചു കൊടുത്തേക്കുന്ന ജോലികൾ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല ഇന്നതാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് ചാർജ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇവിടെ പൊതുവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ICDP സെക്ഷനിൽ ഇരിക്കുന്നത് കൂടാതെ 7 ഡെപ്യൂട്ടി രജിസ്ട്രാർമാർ ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ടായിരിക്കും. അവർക്ക് എന്താണോ ഇൻട്രസ്റ്റ് ചെയ്തേക്കുന്നത് ആ ജോലികൾ അവർ ചെയ്യുന്നു. ഇനി ഇത് കൂടാതെ 13 അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാർ, എത്ര 13 അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാർ എവിടെ ഉണ്ടാകും, ഈ പറഞ്ഞ രജിസ്ട്രാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ടായിരിക്കും. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം താലൂക്കിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്, താലൂക്ക് ലെവലിലുള്ള ഉദ്യോഗസ്ഥനാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള 13 അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാർ നമ്മുടെ ഈ പറഞ്ഞ രജിസ്ട്രാർ ഓഫീസിലുണ്ടായിരിക്കും, ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുക. 7 ഡെപ്യൂട്ടി ഉണ്ടാകും, അതേപോലെ 13 അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാരുണ്ടാകും. അപ്പോൾ ഇവിടെ ഡെപ്യൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം 8 പേര് അല്ലേ, 7 + 1 അല്ലേ. ഇനി ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറിന് കൃത്യമായിട്ടുള്ള ഒരു സെക്ഷൻ ഏൽപ്പിച്ചു കൊടുത്തേക്കാണ്, ICDPയുടെ സെക്ഷനുമായി ബന്ധപ്പെട്ട എന്താണ് കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നതെങ്കിൽ ബാക്കി വരുന്ന 7 ഡെപ്യൂട്ടി രജിസ്ട്രാർമാർ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. അതേപോലെ 13 അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാരും ഉണ്ടാകും. ഓക്കെ, ഇനി അടുത്ത ആരാണുള്ളത്, 1 എഡിറ്റർ കം പ്രസ് റിലേഷൻ ഓഫീസർ ആൻഡ് 1 PA ടു രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ ഈസ് ഫംഗ്ഷനിങ് അറ്റ് ഹെഡ് ഓഫീസ്. എന്താ പറഞ്ഞേക്കുന്നത്, അപ്പോൾ ഇത്രയും ഉദ്യോഗസ്ഥന്മാരെ കൂടാതെ ഒരു എഡിറ്റർ കം പ്രസ് റിലേഷൻ ഓഫീസർ ഉണ്ടാകും, ഒരു എഡിറ്റർ കം പ്രസ് റിലേഷൻ ഓഫീസർ ഉണ്ടാകും. ഓക്കെ, അതായത് ഈ പറഞ്ഞ രീതിയിൽ ഈ എന്താണ് പബ്ലിക് റിലേഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥൻ അഡീഷണൽ രജിസ്ട്രാർ ഉണ്ട്, അത് കൂടാതെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി അപ്പോൾ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാറിനെ സഹായിക്കുകയാണ് അഡീഷണൽ രജിസ്ട്രാർ ചെയ്യുന്നത്, കാരണം രജിസ്ട്രാറിന് തൊട്ട് താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. ഇനി ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഈ ജോലികളെല്ലാം ഏൽപ്പിച്ചു കൊടുത്തേക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അതാണ് ഒരു എഡിറ്റർ കം പ്രസ് റിലേഷൻ ഓഫീസർ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാകും. അതേപോലെ ഒരു PA ഉണ്ടാകും, ഒരു പേഴ്സണൽ ഒരു സെക്രട്ടറി അല്ലേ, പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, ഒരു PA ഉണ്ടാകും അല്ലേ. ടു രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഒരു PA ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനോടെ ഉണ്ടാകും. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഒരു കാര്യം പറയുന്നത് എന്താ, കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ ഈസ് ഫംഗ്ഷനിങ് അറ്റ് ദ ഹെഡ് ഓഫീസ്. കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ ഫംഗ്ഷൻ ചെയ്യുന്ന എവിടെയാണ്, നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ അതിൻ്റെ ചാർജുമായി ബന്ധപ്പെട്ട് ഒരു അഡീഷണൽ രജിസ്ട്രാർ ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു. ഇനി ആ കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രവർത്തിക്കുന്ന എവിടെയാണ്, രജിസ്ട്രാറിൻ്റെ ഹെഡ് ഓഫീസിലാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്ത എന്താ, മന്ത്ലി പബ്ലിക്കേഷൻ സഹകരണ വീതി. 1977 തൊട്ടാണ് സഹകരണ വീതി എന്ന് പറയുന്ന മന്ത്ലി പബ്ലിക്കേഷൻ, മാസവാരിക അല്ലേ, ഓരോ മാസത്തിലും പബ്ലിഷ് ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രസിദ്ധീകരണം ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്, പബ്ലിഷ്ഡ് ബൈ ദ കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ. നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്, ഹെഡ് ഓഫീസിലാണ്, രജിസ്ട്രാറിൻ്റെ ഹെഡ് ഓഫീസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ ആണ് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി എന്ത് പബ്ലിഷ് ചെയ്യുന്നത്, സഹകരണ വീതി എന്ന് പറയുന്ന പബ്ലിക്കേഷൻ എന്താണ് പുറപ്പെടുവിക്കുന്നത് അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അത് ഒരു മന്ത്ലി പബ്ലിക്കേഷനാണ്, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പബ്ലിക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി അത് പബ്ലിഷ് ചെയ്യുന്നത് അത് ചെയ്യുന്നതാണ് കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ ആണ്. അപ്പോൾ അവരുടെ പബ്ലിക്കേഷൻ്റെ പേരാണ് മന്ത്ലി പബ്ലിക്കേഷനാണ്, അതിൻ്റെ പേരാണ് സഹകരണ വീതി. ഓക്കെ, അത് എന്നോട്ടാണ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്, 1977 മുതലാണ് അത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്, സഹകരണ വീതി പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പബ്ലിഷ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളൊന്ന് സമ്മപ്പ് ചെയ്ത് പറയാം. നമ്മൾ ഓർഗനൈസേഷൻ ചാർട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, അതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞു. സ്റ്റേറ്റ് ലെവലിൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് ആരുണ്ട്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് അല്ലേ. ഇനി രജിസ്ട്രാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിനോടൊപ്പം ഉള്ള ഒരു ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നൊരു ലോ ഓഫീസർ ഉണ്ടാകും, ഒരു ലോ ഉദ്യോഗസ്ഥൻ ഉണ്ടാകും, അതുപോലെ ഒരു ഫിനാൻസ് ഓഫീസർ ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു റിസർച്ച് ഓഫീസർ ഉണ്ടാകും. ഈ 3 ആൾക്കാർ നമുക്കറിയാം. ഇവർ 3 പേരും ആരല്ല, രജിസ്ട്രാർമാരല്ല, പിന്നെന്താണ്, രജിസ്ട്രാറിൻ്റെ സബോർഡിനേറ്റ്സ് ആണ്. രജിസ്ട്രാറിൻ്റെ സബോർഡിനേറ്റ്സ് ആണ്, പക്ഷേ രജിസ്ട്രാറിൻ്റെ അധികാരങ്ങൾ വിനിയോഗിക്കുന്ന ആൾക്കാരല്ല, മറിച്ച് ഇവർ ഡെപ്യൂട്ടേഷനിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ലോ ഉദ്യോഗസ്ഥനും ഫിനാൻസ് ഉദ്യോഗസ്ഥനും
ആ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷന് വരുമ്പോൾ റിസർച്ച് ഓഫീസർ വരുന്നത് എവിടുന്നാ? നമ്മുടെ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഡെപ്യൂട്ടേഷനിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇവർ 3 ആൾക്കാരും ആരല്ല? രജിസ്ട്രാർമാരല്ല. അപ്പോൾ ഇനി നമുക്ക് രജിസ്ട്രാർ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ വിനിയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് ആണ് ആരെന്ന് പറയുന്നത്, ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അഡീഷണൽ രജിസ്ട്രാർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അഡീഷണൽ രജിസ്ട്രാർമാരെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ അഡീഷണൽ രജിസ്ട്രാർമാരും ഓരോരോ ചാർജ് ആയിരിക്കും വഹിക്കുന്നത്. അപ്പോൾ ആ ചാർജുകളാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഒരു ജനറൽ വിങ് ഉണ്ടാകും, ഒരു ക്രെഡിറ്റ് വിങ് ഉണ്ടാകും, ഒരു കൺസ്യൂമർ വിങ് ഉണ്ടാവും, ICDP വിങ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് വിങ് ഉണ്ടാവും, SCST വിങ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിന് ഓരോത്തിനും ഓരോരോ അഡീഷണൽ രജിസ്ട്രാർമാർ ചാർജ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ജനറൽ വിങ്ങിന് ഒരു അഡീഷണൽ രജിസ്ട്രാർ, ക്രെഡിറ്റ് വിങ്ങിന് ഒരു അഡീഷണൽ രജിസ്ട്രാർ, കൺസ്യൂമർ വിങ്ങിന് ഒരു അഡീഷണൽ രജിസ്ട്രാർ, ICDP വിങ്ങിന് ഒരു അഡീഷണൽ രജിസ്ട്രാർ, മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിങ്ങിന് ഒരു അഡീഷണൽ രജിസ്ട്രാർ, SCST വിങ്ങിന് ഒരു അഡീഷണൽ രജിസ്ട്രാർ. അപ്പോൾ ഇങ്ങനെ ഇത്രയും അഡീഷണൽ രജിസ്ട്രാർമാർ ഉണ്ടാകും. ഇതിനകത്ത് ഈ 4 ആൾക്കാരെ നമ്മൾ പഠിച്ചു, ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഉള്ളതെന്ന് പഠിച്ചു. ഇനി ബാക്കിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവിടെ പുറത്തുള്ള ഹെഡ് ക്വാർട്ടേഴ്സിന് പുറത്ത് ജോലി ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അഡീഷണൽ രജിസ്ട്രാർമാരുണ്ടാകും എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മൊത്തം പഠിച്ച 9 അഡീഷണൽ രജിസ്ട്രാർമാരാണ്. ബാക്കിയുള്ള ആൾക്കാർ ബാക്കി ഈ പറഞ്ഞ രീതിയിൽ 3 അഡീഷണൽ രജിസ്ട്രാർമാർ. ഇപ്പോൾ ഇത് മൊത്തം 6 ആയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇനി വരുന്ന 3 ആൾക്കാർ ബാക്കിയുള്ള ജോലികൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയും ആൾക്കാരെയാണ് നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഓർഗനൈസേഷൻ ചാർട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാമല്ലോ അഡീഷണൽ രജിസ്ട്രാർമാർ നമ്മുടെ എംപ്ലോയീസ് വെൽഫെയർ ഫണ്ട് ബോർഡിൻ്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത് അഡീഷണൽ രജിസ്ട്രാറാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി ആയിട്ട് വരുന്ന അഡീഷണൽ രജിസ്ട്രാറാണ്. അതുപോലെ തന്നെ പെൻഷൻ ബോർഡിൻ്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അഡീഷണൽ രജിസ്ട്രാറാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചാർജ് വഹിക്കുന്ന അഡീഷണൽ രജിസ്ട്രാർമാരും ഉണ്ടാകും. അങ്ങനെ മൊത്തം 9 അഡീഷണൽ രജിസ്ട്രാർമാരുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ 6 ആൾക്കാർ ഇത്രയും ഇതിൻ്റെ ചാർജ് വഹിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി ഈ ജനറൽ വിങ്ങിന് താഴോട്ട് നമ്മുടെ ഈ പറഞ്ഞ രജിസ്ട്രാറിൻ്റെ ബാക്കിയുള്ള അഡീഷണൽ രജിസ്ട്രാർ കൂടാതെയുള്ള സബോർഡിനേറ്റ്സ് വരുന്നു അല്ലേ. അപ്പോൾ ഒരു ജോയിൻറ്റ് രജിസ്ട്രാർ അല്ലേ ജനറൽ അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ താഴെ ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ജനറൽ ഉണ്ടാകും. ഇനി ഒരു അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറൽ ഉണ്ടായിരിക്കും. അദ്ദേഹം പ്ലാനിംഗ് ആൻഡ് SCST ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, പ്ലാനിംഗ് ആൻഡ് SCST ആയിരിക്കും ചെയ്യുന്നത്. ഇനി ഈ ഡിസ്ട്രിക്ട് ലെവലിൽ തന്നെ ഒരു അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ, നമ്മുടെ ഇപ്പോൾ ജോയിൻറ്റ് രജിസ്ട്രാറിൻ്റെ ഓഫീസാണല്ലോ ഡിസ്ട്രിക്ട് ലെവലിലുള്ളത്. അപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത്? ജോയിൻറ്റ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഈ ജോയിൻറ്റ് രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ തന്നെ ഒരു അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറൽ ഉണ്ടായിരിക്കും. അതാണ് ഈ പറഞ്ഞേക്കുന്നത് അല്ലേ. ജോയിൻറ്റ് രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ തന്നെ ഒരു അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറൽ ഉണ്ടായിരിക്കും. അതുകൂടാതെ നമ്മൾ താലൂക്ക് തലത്തിലുള്ള ബാക്കിയുള്ള അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാർ താഴെ ഉണ്ടായിരിക്കും. ഓക്കെ, പ്ലാനിംഗ് ആൻഡ് SCST ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ്. അപ്പുറത്തെ സൈഡാണെങ്കിൽ നമുക്കറിയാം അത് ഓഡിറ്റ് വിങ് ആണെന്നറിയാം. അപ്പോൾ ഓഡിറ്റ് വിങ്ങിൻ്റെ തലവൻ അല്ലെങ്കിൽ ഹെഡ് ആരാണ്? അത് DC ആണ്, അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. ഇനി ഈ DCയുടെ ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ DCയുടെ തൊട്ട് താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത്? അഡീഷണൽ ഡയറക്ടർ. അപ്പോൾ DCയുടെ ഓഫീസിൽ അഡീഷണൽ ഡയറക്ടർ ഉണ്ടാകും. ഇനി അതുപോലെ തന്നെ ജോയിൻറ്റ് ഡയറക്ടർ ഉണ്ടാകും. അപ്പോൾ ജോയിൻറ്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബാക്കിയോടെ പറയണം എന്താണ്? അഡീഷണൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് എന്താ ഓഫീസ് ലെവലിലാണ് എന്ന് പറയുമ്പോൾ എന്താ ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താ DCയുടെ ഓഫീസിലാണ് ഈ ജോയിൻറ്റ് ഡയറക്ടർ ഉള്ളത്. ഓക്കെ, ദെൻ ജോയിൻറ്റ് ഡയറക്ടർക്ക് താഴെ ഓഫീസ് തലത്തിൽ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ടാകും എന്ന് പറയുമ്പോൾ DCയുടെ താഴെ DCയുടെ ഓഫീസിൽ ആരുണ്ടാകും? ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ടാകും. അതുപോലെ ഡെപ്യൂട്ടി ഡയറക്ടർ കൂടാതെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ DCയുടെ ഓഫീസിലുണ്ടാകും. ഇനി അസിസ്റ്റൻറ്റ് ഡയറക്ടർക്ക് താഴെ കുറേ അധികം ഓഡിറ്റേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇത്രയും ആൾക്കാർ DCയുടെ ഓഫീസിലുള്ളതാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നമ്മൾ പഠിച്ചില്ലേ ഓഡിറ്ററിനെ കുറിച്ച് പറയുമ്പോൾ ജൂനിയർ ഓഡിറ്റർ ഉണ്ട്, സീനിയർ ഓഡിറ്റർ ഉണ്ട്, സീനിയർ സ്പെഷ്യൽ ഗ്രേഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സീനിയർ സ്പെഷ്യൽ ഗ്രേഡിനകത്ത് നിന്ന് കുറച്ച് ആൾക്കാരെ ഈ ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സമപ്പ് ചെയ്യുന്നതിന് വേണ്ടി, അതിനകത്ത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലറിക്കലായിട്ടുള്ള ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി കുറേ ഓഡിറ്റേഴ്സിനെ DCയുടെ ഓഫീസിൽ കൊണ്ടുപോയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയും ആൾക്കാർ നമ്മുടെ DCയുടെ ഓഫീസിൽ വരുന്നതാണ്. ഇനി ഭരണപരമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ നമുക്ക് ഇത്രയും ആൾക്കാർ നമ്മൾ പറഞ്ഞ ഓഫീസിൽ ഇരിക്കുന്ന ആൾക്കാരാണ് അല്ലേ. ഇനി ഓരോ ലെവലിലും ഓരോ ഡയറക്ടർമാരുണ്ടായിരിക്കുമല്ലോ. ഇപ്പം ജില്ലാ തലത്തിൽ ജോയിൻറ്റ് ഡയറക്ടർമാരുണ്ടാകണം. അപ്പോൾ ഓരോ ജില്ലാ ഓഫീസിലും ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ഓരോ ജില്ലാ ഓഫീസിലും ഓരോ ജോയിൻറ്റ് ഡയറക്ടർമാരുണ്ടാകും. അതുപോലെ താലൂക്ക് ലെവലിലേക്ക് വരുമ്പോൾ എന്താണ് ഈ പറഞ്ഞ രീതിയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരുണ്ടായിരിക്കണം. അപ്പോൾ എത്ര താലൂക്കുണ്ടോ അത്രയും താലൂക്കുകളിൽ ഈ പറഞ്ഞ രീതിയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരുണ്ടാകും. അപ്പോൾ അത് പൊതുവായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഇത്രയും ആൾക്കാർ നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കേണ്ടത് ഓഫീസിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ഇനി പൊതുവായിട്ടുള്ള ഡയറക്ടർമാർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ജോയിൻറ്റ് ഡയറക്ടർ ഡിസ്ട്രിക്ട് ലെവൽ കണ്ടോ. അപ്പോൾ അഡീഷണൽ ഡയറക്ടർക്ക് താഴെ വരുത്തുള്ളൂ. ഓക്കെ, ഇപ്പം DCയുടെ ഓഫീസിലുള്ള അഡീഷണൽ ഡയറക്ടർക്ക് താഴെ ആര് വരുത്തുള്ളൂ? ജോയിൻറ്റ് ഡയറക്ടർ ഡിസ്ട്രിക്ട് ലെവൽ വരുത്തുള്ളൂ. അപ്പം 14 ജില്ലകളിലും കൂടെ 14 ജോയിൻറ്റ് ഡയറക്ടർമാർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ജില്ലാ ഓഫീസിലും ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഓരോ ജില്ലാ ഓഫീസിലും അറിയാലോ ഈ പറഞ്ഞ ജില്ലാ ഓഫീസിൽ തന്നെയാണ് ജില്ലാ ഓഫീസിലാണ് ആരുള്ളത്?
നമ്മുടെ ജോയിൻറ്റ് ഡയറക്ടർമാരുള്ളത്. അപ്പോൾ അതിൻ്റെ ചാർജ്, ആ ജില്ലാ ഓഫീസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ആർക്കായിരിക്കും? ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആയിരിക്കും, ഡിസ്ട്രിക്ട് ലെവലായിരിക്കും. അപ്പോൾ ആ ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഓഡിറ്റിൻ്റെ ഫുള്ള് ചാർജും ഈ പറഞ്ഞ ജോയിൻറ്റ് ഡയറക്ടർക്ക് ആയിരിക്കും. ഓക്കെ, ഇനി ജോയിൻറ്റ് ഡയറക്ടർക്ക് താഴെ ഡെപ്യൂട്ടി ഡയറക്ടർമാരുണ്ടാകും. അപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടർ ആണെങ്കിലും ജില്ലാതലമാണ് അദ്ദേഹത്തിൻ്റെയും പ്രവർത്തന പരിധി അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡെപ്യൂട്ടി ഡയറക്ടർക്ക് താഴെ താലൂക്ക് ലെവലിൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരുണ്ടാകും. ഓക്കെ, അപ്പോൾ ഓരോ താലൂക്ക് ഓഫീസുകളിലും ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഓരോ താലൂക്ക് ഓഫീസുകളിലും അസിസ്റ്റന്റ് ഡയറക്ടർമാരുണ്ടാകും. അപ്പോൾ അറിയാലോ, CCUവിൻ്റെ ഓഫീസും ഈ അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ ഓഫീസിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും ആൾക്കാർ ഓഫീസിലല്ല ഉള്ളത്, ഇത്രയും ആൾക്കാർ എന്താണ് ഓരോ ജില്ലാ ഓഫീസിലും അതേപോലെ ഓരോ താലൂക്ക് ഓഫീസിലും ഇരിക്കുന്ന ആൾക്കാരാണ്. ഇനി അസിസ്റ്റന്റ് ഡയറക്ടർക്ക് താഴെ നമ്മൾ നോർമലായിട്ടുള്ള ഓഡിറ്റേഴ്സ്, ജൂനിയർ ഓഡിറ്റർ, സീനിയർ ഓഡിറ്റർ, അങ്ങനെയുള്ള ഓഡിറ്റേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ രജിസ്ട്രാറിൻ്റെ താഴെയുള്ള രജിസ്ട്രാറിൻ്റെ അണ്ടറിലുള്ള ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോർപ്പറേഷൻ. അപ്പോൾ നിലവിൽ രജിസ്ട്രാർ ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടറി ആരാണ്, കോർപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ മിനിസ്റ്റർ ആരാണ്, ഇതൊക്കെ ചോദിക്കാം പരീക്ഷയ്ക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലത്തിലിരിക്കുന്ന ആളുകളുടെ പേരുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലെ കോർപ്പറേറ്റീവ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ശ്രീ VN വാസവനാണ്. ഓക്കെ, VN വാസവനാണ് നിലവിലെ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സെൻട്രൽ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സഹകരണ മന്ത്രി എന്ന് പറയുന്നത് അമിത് ഷായാണ്. ഓക്കെ, 2021 ജൂലൈ 6 കേന്ദ്രത്തിൽ സഹകരണ മന്ത്രാലയം രൂപീകരിച്ചത്. അപ്പോൾ അന്ന് തൊട്ട് സഹകരണ മന്ത്രി വന്നിട്ടുണ്ട് നമുക്ക് കേന്ദ്രത്തിൽ. അപ്പോൾ അദ്ദേഹം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത് ഷായാണ്. ദെൻ അടുത്ത എന്താ, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇപ്പോൾ കേരളത്തിൽ നിലവിലെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? ശ്രീ സജിത് ബാബു IAS ആണ്. ശ്രീ സജിത് ബാബു IAS ആണ്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ നിലവിലത്തെ DCA, കേരളത്തിലെ നിലവിലത്തെ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ശ്രീമതി ഷെറിൻ MS ആണ്. ഓക്കെ, അവർ എന്താണ്, IAAS ഉദ്യോഗസ്ഥയാണ് അല്ലേ, അതായത് ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് സർവീസിലെ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥയാണ് ഇപ്പം നമ്മൾ നിലവിൽ DC ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ IAS റാങ്കിലുള്ള ഉദ്യോഗസ്ഥ. അപ്പം നിലവിലിരിക്കുന്നത് ഒരു IAAS അല്ലേ ഉദ്യോഗസ്ഥയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ശ്രീമതി MS ഷെറിൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ദെൻ ഇനി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ സ്പെഷ്യൽ സെക്രട്ടറി ഓൺ കോപ്പറേഷൻ നിലവിൽ ആരാണ്? വീണ N മാധവൻ IAS ആണ് കേട്ടോ. വീണ N മാധവൻ IAS ആണ്. അപ്പം നിലവിൽ നമ്മുടെ കേരള സഹകരണ മന്ത്രി എന്ന് പറയുന്നത് VN വാസവനാണ്. അതുപോലെ സെൻട്രൽ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അമിത് ഷായാണ്. അതേപോലെ നിലവിൽ നമ്മുടെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ശ്രീ സജിത് ബാബു IAS ആണ്. അതുപോലെ നിലവിൽ നമ്മുടെ DC എന്ന് പറയുന്നത് ശ്രീമതി ഷെറിൻ MS IAAS ആണ്. അതുപോലെ സ്പെഷ്യൽ സെക്രട്ടറി ഓൺ കോർപ്പറേഷൻ എന്ന് പറയുന്ന വീണ N മാധവൻ IAS ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ വളരെ വിശാലമായിട്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഡിസ്ട്രിക്ട് ലെവലിൽ 2 തരത്തിലുള്ള വിങ് ഉണ്ട്. നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ പഠിച്ച പോലെ ഒരു ജനറൽ വിങ്ങും ഉണ്ട്, അതേപോലെ ഓഡിറ്റ് വിങ്ങും ഉണ്ട്. അപ്പം നമുക്ക് എന്താണ്, ഡിസ്ട്രിക്ട് ലെവലിൽ ഇതേപോലെ ഒരു ജനറൽ വിങ്ങും ഉണ്ട്, അതേപോലെ എന്താണ് ഒരു ഓഡിറ്റ് വിങ്ങും ഉണ്ട്. അപ്പം ജനറൽ ലെവലിലാണെങ്കിൽ, ജനറൽ വിങ്ങിലാണെങ്കിൽ അവിടുത്തെ ടോപ്പ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ജോയിൻറ്റ് രജിസ്ട്രാർ ആണ്. ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത്? ജോയിൻറ്റ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓഡിറ്റ് വിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ജില്ലാ തലത്തിലെ ടോപ്പായിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. ഓക്കെ, ഇനി ഈ ജോയിൻറ്റ് രജിസ്ട്രാർക്ക് താഴെ ജനറൽ വിങ്ങിൽ ആരുണ്ട്? ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ജോയിൻറ്റ് രജിസ്ട്രാറിനെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ഡെപ്യൂട്ടി ചെയ്യുന്നത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അതായത് ഭരണമാണ് അല്ലേ, പൊതുഭരണമാണ്. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഓഡിറ്റാണ്, ഇവിടെ നിന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനാണ്. അതാണ് ജനറൽ വിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ജോയിൻറ്റ് രജിസ്ട്രാറിന് താഴെ ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ടാകും. ഓക്കെ, ഇനി ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിന് താഴെ അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഉണ്ടാകും. ഓക്കെ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഉണ്ടാകും. ഇനി എന്താ, ഇവിടെ ഡെപ്യൂട്ടി രജിസ്ട്രാറിന് താഴെ ആരുണ്ട്? ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉണ്ടാകും. പ്ലാനിംഗ് ആൻഡ് SCSTയുമായി ബന്ധപ്പെട്ട് ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉണ്ടാകും. അപ്പോൾ ഇത്രയാണ് ഡിസ്ട്രിക്ട് ലെവലിലെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ, ഹെഡ് ഓഫ് ജനറൽ വിങ് ഈസ് ജോയിൻറ്റ് രജിസ്ട്രാർ. നമ്മുടെ ഡിസ്ട്രിക്ട് തലത്തിലെ ജനറൽ വിങ്ങിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ജോയിൻറ്റ് രജിസ്ട്രാർ ആണ്. ഓക്കെ, ഹൂ ലുക്സ് ആഫ്റ്റർ ദ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി. ജില്ലയിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് ജില്ലയിലെ ജനറൽ വിങ്ങിൻ്റെ തലവനായിട്ടുള്ള ജോയിൻറ്റ് രജിസ്ട്രാർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹീസ് അസിസ്റ്റഡ് ബൈ 1 ഡെപ്യൂട്ടി രജിസ്ട്രാർ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ജോയിൻറ്റ് രജിസ്ട്രാറിനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ടാകും.
ഈ പറഞ്ഞ ജോയിൻറ്റ് രജിസ്ട്രാറിൻ്റെ തൊട്ട് താഴെയായിട്ട്. ഓക്കെ, അദ്ദേഹം ചെയ്യുന്നത് എന്താ, അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് അല്ലേ. ഈ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ജില്ലയുടെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ടോപ്പായിട്ടുള്ള ജോയിൻറ്റ് രജിസ്ട്രാറിനെ സഹായിക്കുക എന്നുള്ളതാണ് ഡെപ്യൂട്ടി ചെയ്യുന്നത്. ആൻഡ് ഡെപ്യൂട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടി ഡെപ്യൂട്ടി രജിസ്ട്രാറിൻ്റെ തൊട്ട് താഴെ എന്താണ്, 2 അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാരുണ്ടാകും. 2 അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാരുണ്ടാകും. കൃത്യമായിട്ട് പഠിക്കുക. ഡെപ്യൂട്ടിക്ക് തൊട്ട് താഴെ 2 അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാരുണ്ടാകും ഫോർ പ്ലാനിംഗ് ആൻഡ് SC/ST. ഫോർ പ്ലാനിംഗ് ആൻഡ് SC/ST, അതായത് നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ ജില്ലാ തലത്തിലുള്ള ടോപ്പ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ ഈ പറഞ്ഞ ജോയിൻറ്റ് രജിസ്ട്രാർ. അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി ആരുണ്ടാകും, ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ടാകും. അതുകൂടാതെ ജോയിൻറ്റ് രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ 2 അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാരുണ്ടാകും. ഓക്കെ, അവർ ചെയ്യുന്നത് എന്താ, പ്ലാനിംഗ് ആൻഡ് SC/ST ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട ചാർജ് ആയിരിക്കും ഈ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ നമ്മൾ ചാർട്ട് പഠിച്ചപ്പോൾ, നമ്മൾ സ്റ്റേറ്റിൻ്റെ ചാർട്ട് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പഠിച്ചതാണ്, ജോയിൻറ്റ് രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ ഡെപ്യൂട്ടി ഉണ്ടാകും, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അത് 2 ആൾക്കാരാണ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആണെങ്കിൽ. അതേപോലെ ഡെപ്യൂട്ടി ആണെങ്കിൽ ഒരാളാണ് ഡിസ്ട്രിക്ട് ലെവലിൽ ജനറൽ വിങ്ങിൽ നമ്മുടെ ജോയിൻറ്റ് രജിസ്ട്രാറിൻ്റെ ഓഫീസിലുള്ളത് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ അവർ ഇപ്പം അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ താലൂക്ക് തലത്തിലുള്ള ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഇവർ താലൂക്ക് ഓഫീസിലുള്ള ഉള്ളത്. പിന്നെ എവിടെയാണ് ഈ 2 അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാർ ജോയിൻറ്റ് രജിസ്ട്രാറിൻ്റെ ഓഫീസിലാണ് ഉള്ളത്. പ്ലാനിംഗ് ആൻഡ് SC/STയുമായി ബന്ധപ്പെട്ടാണ് അവർ ആ ചാർജുകളാണ് വഹിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഡെപ്യൂട്ടി ആണെങ്കിലോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ജോയിൻറ്റ് രജിസ്ട്രാറിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാരോ പ്ലാനിംഗ് ആൻഡ് SC/ST ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുക, ഹെഡ് ഓഫ് ഓഡിറ്റ് വിങ്. നമ്മൾ ജില്ലാ തലത്തിലെ ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ഡയറക്ടറാണ്. ആരാണ്, ജോയിൻറ്റ് ഡയറക്ടറാണ്. ഹു ലുക്സ് ആഫ്റ്റർ ദ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അല്ലേ, എന്താണ്, ജില്ലയിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് ജില്ലയിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്, ഈ പറഞ്ഞ രീതിയിൽ ജില്ലാ തലത്തിലുള്ള ഓഡിറ്റ് വിങ്ങിൻ്റെ തലവനായിട്ടുള്ള ജോയിൻറ്റ് ഡയറക്ടർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ജോയിൻറ്റ് ഡയറക്ടർ ഈസ് അസിസ്റ്റഡ് ബൈ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ജോയിൻറ്റ് ഡയറക്ടറിനെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ജോയിൻറ്റ് ഡയറക്ടറിൻ്റെ ഓഫീസിൽ ആരുണ്ടാകും, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ടാകും. ഓക്കെ, നമ്മൾ പഠിച്ചതാണ് അല്ലേ. ദെൻ ഇനി താലൂക്ക് ലെവലിലുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. താലൂക്ക് ലെവലിലാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ജനറൽ വിങ് ഉണ്ടാകും, ഓഡിറ്റ് വിങ് ഉണ്ടാകും അല്ലേ. ജനറൽ വിങ്ങിലാണെങ്കിൽ ആ ജനറൽ വിങ്ങിൻ്റെ തലവനായിട്ട് ആരുണ്ടാകും, ഒരു അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഉണ്ടാകും. താലൂക്ക് തലത്തിലുള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത്, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ വിങ്ങിൽ ആരുണ്ട്, ഒരു അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഉണ്ടാകും. ഓക്കെ, ഇനി ഓഡിറ്റ് വിങ്ങിലാണെങ്കിൽ ആരുണ്ടാകും, അവിടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരിക്കും ഉണ്ടായിരിക്കുക. താലൂക്ക് ലെവലിലുള്ള ഓഡിറ്റ് വിങ്ങിൻ്റെ ചാർജുള്ള ടോപ്പ് ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ, ഈ ജനറൽ വിങ്ങിലെ അതിൻ്റെ ടോപ്പായിട്ടുള്ള അസിസ്റ്റൻറ്റ് രജിസ്ട്രാറിന് തൊട്ട് താഴെ ഇനി ആരായിരിക്കും ഉണ്ടായിരിക്കുക, ഇനി രജിസ്ട്രാർമാരില്ല. അപ്പോൾ ഇനി ആരായിരിക്കും ഉണ്ടായിരിക്കുക, ഇനി ഇൻസ്പെക്ടേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ജനറൽ വിങ്ങിൽ നമ്മൾ പറഞ്ഞു ഇൻസ്പെക്ടേഴ്സാണ് ഏറ്റവും താഴെ രജിസ്ട്രാർ അല്ലാത്ത പദവി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ JCI നമ്മൾ പരീക്ഷ എഴുതി ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ ഇൻസ്പെക്ടർ ആവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഓഡിറ്റർ ആവും. അപ്പോൾ അത് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ അല്ല. അവിടുന്ന് പ്രൊമോഷൻ കിട്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ രീതിയിൽ ജൂനിയർ ഇൻസ്പെക്ടറായിട്ട് കയറും, പിന്നെ സീനിയർ ഇൻസ്പെക്ടർ ആവും, പിന്നെ നമ്മൾ എന്താവും, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആവും. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം അസിസ്റ്റൻറ്റ് രജിസ്ട്രാറിന് തൊട്ട് താഴെ ആരാ ഉള്ളത്, ഇൻസ്പെക്ടേഴ്സ് ആണുള്ളത്. അപ്പോൾ അസിസ്റ്റൻറ്റ് രജിസ്ട്രാറിന് തൊട്ട് താഴെ ഉണ്ടാകേണ്ടോ സീനിയർ ആൻഡ് ജൂനിയർ ഇൻസ്പെക്ടേഴ്സ്. ആദ്യം ജൂനിയർ ഇൻസ്പെക്ടർ ആവും, പിന്നെ ആരാവും, സീനിയർ ഇൻസ്പെക്ടർ ആവും, പിന്നെ മുകളിലോട്ട് പ്രൊമോട്ടായി അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആവും. ഓക്കെ, ഇനി ഓഡിറ്റ് വിങ്ങിലേക്ക് വരുമ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് ടോപ്പ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ താഴെ ഇനി ആരാ ഉള്ളത്, ഇനി നമ്മൾ ഈ പറഞ്ഞ അസിസ്റ്റൻറ്റ് ഡയറക്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡയറക്ടേഴ്സ് ഇല്ല, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇല്ല, അവിടെ കൊണ്ട് തീരുകയാണ് അല്ലേ. DCയുടെ എന്ന് പറയുന്ന നമ്മൾ വിളിക്കുന്ന ആ ഒരു പദവി അവിടെ കൊണ്ട് തീരുകയാണ്. പിന്നെ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ JCA പരീക്ഷ എഴുതി പാസ്സാവുകയാണെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ നമ്മൾ ജനറൽ വിങ്ങിൽ കയറും. ജനറൽ വിങ്ങിലല്ല എങ്കിൽ ഓഡിറ്റ് വിങ്ങിലേക്ക് കയറും. ഓഡിറ്റ് വിങ് ആണെങ്കിൽ നമ്മൾ ആദ്യം ജൂനിയർ ഓഡിറ്റർ ആവും, പിന്നെ സീനിയർ ഓഡിറ്റർ ആവും, പിന്നെ സീനിയർ സ്പെഷ്യൽ ഗ്രേഡ് ആവും, പിന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവും. അപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടർക്ക് തൊട്ട് താഴെയുള്ള ആരാണ്, സീനിയർ ജൂനിയർ ഓഡിറ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് താലൂക്ക് ലെവലിലെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി താലൂക്ക് തലത്തിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ബ്രീഫ് ചെയ്യാം. ഹെഡ് ഓഫ് ജനറൽ വിങ് ഈസ് ഹെഡഡ് ബൈ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ. പഠിച്ചാണ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താലൂക്ക് ലെവലിലുള്ള ജനറൽ വിങ്ങിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. ആൻഡ് ഹീ ഈസ് അസിസ്റ്റഡ് ബൈ, അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി ഇൻസ്പെക്ടർമാരാണ് ഉള്ളത്. അത് 3 തരത്തിലുള്ള ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും താഴെയുള്ളത് ജൂനിയർ ഇൻസ്പെക്ടറാണ്, അതിന് തൊട്ട് മുകളിൽ സീനിയർ ഇൻസ്പെക്ടർ, അതിന് തൊട്ട് മുകളിൽ ആരാണ്, സ്പെഷ്യൽ ഗ്രേഡ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ടാവും, സീനിയർ സ്പെഷ്യൽ ഗ്രേഡ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് നമ്മുടെ താലൂക്ക് ലെവലിലെ
ജനറൽ വിങ്ങിൽ ഉള്ളത്. ഓക്കെ, ദെൻ ഓഡിറ്റ് വിങ്ങിലേക്ക് പോകുമ്പോൾ തൊട്ടപ്പുറത്തെ സൈഡാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, ഓഡിറ്റ് വിങ് അല്ലേ. ഹെഡ് ഓഫ് ഓഡിറ്റ് വിങ് ഈസ് ഹെഡഡ് ബൈ അസിസ്റ്റൻറ്റ് ഡയറക്ടർ. അപ്പോൾ താലൂക്ക് ലെവലിൽ ജനറൽ വിങ്ങിൻ്റെ തലവൻ എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആണെങ്കിൽ, താലൂക്ക് ലെവലിലെ ഓഡിറ്റ് വിങ്ങിൻ്റെ തലവൻ എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരിക്കും അല്ലേ. ഇനി അസിസ്റ്റൻറ്റ് ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ആരുണ്ടായിരിക്കും? 3 ടൈപ്പ് ആൾക്കാരുണ്ടായിരിക്കും നമുക്കറിയാം അല്ലേ. ഏറ്റവും താഴെ ജൂനിയർ ഓഡിറ്റർ അല്ലേ, അതിനും തൊട്ട് മുകളിൽ സീനിയർ ഓഡിറ്റർ, അതിനും തൊട്ട് മുകളിൽ സീനിയർ സ്പെഷ്യൽ ഗ്രേഡ് ഓഡിറ്റേഴ്സ് അല്ലേ. ഓക്കെ, സ്പെഷ്യൽ ഗ്രേഡ് ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3 ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ താലൂക്ക് ലെവലിലുള്ള ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് വിജിലൻസ് വിങ്ങിനെ കുറിച്ച് പറയാം. വിജിലൻസ് വിങ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു DIG റാങ്കിൽ കുറയാത്ത, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ നമ്മുടെ രജിസ്ട്രാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെ വിജിലൻസ് ഓഫീസറായിട്ട് സെക്ഷൻ 68A പ്രകാരം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിജിലൻസ് വിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ആ വിജിലൻസ് ഓഫീസർ തന്നെയായിരിക്കും. അപ്പോൾ ആ വിജിലൻസ് ഓഫീസർ എവിടെയാണുള്ളത്, അല്ലെങ്കിൽ വിജിലൻസ് വിങ് എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ രജിസ്ട്രാറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു വിജിലൻസ് വിങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാം. വിജിലൻസ് വിങ് ഈസ് ഫംഗ്ഷനിങ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വിജിലൻസ് വിങ് ഉണ്ട്. അപ്പോൾ ആ വിങ് പ്രവർത്തിക്കുന്നത് എവിടെയാണ്? അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ തന്നെയാണ്. ആൻഡ് 1 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓൾ ഓവർ ദ സ്റ്റേറ്റ് കണ്ടക്ട്സ് ഇൻസ്പെക്ഷൻ ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ വിജിലൻസ് വിങ്ങിന് വേണ്ടി ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ സൊസൈറ്റികളിലും ഇൻസ്പെക്ഷൻ നടത്തുന്നതിന് വേണ്ടി. സോ ഈ ഇൻസ്പെക്ഷൻ വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ വിജിലൻസ് വിങ്ങിലേക്ക് പരാതികൾ പോകുന്നത്. ഈ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കും വിജിലൻസ് വിങ് കേസെടുത്ത് അത് നടത്തുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, ഒരിക്കലും വിജിലൻസ് ഓഫീസറിന് സ്വയം കേസുകൾ അന്വേഷണം നടത്താൻ പറ്റില്ല. പിന്നെന്താണ്, രജിസ്ട്രാർ റെഫർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റൂ? കേസുകളിൽ അന്വേഷണം നടത്താൻ പറ്റൂ എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. രജിസ്ട്രാറിൻ്റെ അണ്ടർ കൺട്രോളിലായിരിക്കും എപ്പോഴും വിജിലൻസ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ വിജിലൻസ് വിങ് എന്ന് പറയുന്ന ആ ഒരു വിങ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും ആ വിജിലൻസ് വിങ് പ്രവർത്തിക്കുന്നത്. ആ ഒരു വിജിലൻസ് വിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറിനെ എന്തിനു വേണ്ടി? സംസ്ഥാനത്തുള്ള എല്ലാ സൊസൈറ്റികളിലും ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ചാർജ് കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. ഓക്കെ, അതാണ് 1 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓൾ ഓവർ ദ സ്റ്റേറ്റ് കണ്ടക്ട്സ് ഇൻസ്പെക്ഷൻ ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഈ ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ സംസ്ഥാനത്തുള്ള എല്ലാ സൊസൈറ്റികളിലും ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നു എന്നല്ല പറഞ്ഞത്. അദ്ദേഹത്തിനായിരിക്കും, ഈ ഡെപ്യൂട്ടി രജിസ്ട്രാറിനായിരിക്കും ഈ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട ചാർജ് അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത്. മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് ഈ ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിരിക്കും. അത് വിജിലൻസ് വിങ്ങിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, then to investigate all cases of misappropriation, corruption and major irregularities in cooperative society. അപ്പോൾ സെക്ഷൻ 68A പ്രകാരം പ്രവർത്തിക്കുന്ന ആ ഒരു വിജിലൻസ് ഓഫീസർ അല്ലെ, വിജിലൻസ് വിങ്, അവർ ചെയ്യുന്ന എന്താണ്? അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അന്വേഷണം നടത്തുന്നു. എല്ലാ കേസുകളും എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവിടെ പഠിക്കുന്നതാണ്. നമ്മൾ വിജിലൻസ് ഓഫീസറിനെ കുറിച്ച് പഠിക്കുമ്പോൾ പറയുന്നതാണ്. വിജിലൻസ് ഓഫീസർ എന്തിന്മേലൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നത്? മിസ്അപ്രോപ്രിയേഷൻ, ക്രമക്കേട് അല്ലെ, കറപ്ഷൻ, അഴിമതി ആൻഡ് മേജർ ഇറഗുലാരിറ്റി, ഗുരുതരമായിട്ടുള്ള ഇറഗുലാരിറ്റി അല്ലെ, കുഴപ്പങ്ങൾ. അപ്പോൾ ഇതിന്മേലൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വിജിലൻസ് ഓഫീസർ എന്ത് ചെയ്യുന്നത്? ഈ അന്വേഷണം നടത്തുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ദെൻ സെക്ഷൻ 68A ആൻഡ് റൂൾ 66A ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് വിജിലൻസ് ഓഫീസർ. ഞാൻ പറഞ്ഞതാണ് അല്ലേ, സെക്ഷൻ 68A, അതുപോലെ തന്നെ കൺസേൺ റൂളാണ് റൂൾ 66A എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സെക്ഷൻ 68A, റൂൾ 66A ആണ് വിജിലൻസ് ഓഫീസറിൻ്റെ എൻക്വയറിയുമായി ബന്ധപ്പെട്ട് പറയുന്ന സെക്ഷൻ ആൻഡ് റൂൾസ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയിരിക്കുക. ദെൻ ഇനി അടുത്ത എന്താ പറയുക? ഹെഡഡ് ബൈ DIG ഓഫ് പോലീസ്. അതായത് ഈ വിജിലൻസ് ഓഫീസറായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിജിലൻസ് വിങ്ങിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാണ് അല്ലേ. എന്താണ് അദ്ദേഹത്തിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ? DIG ഓഫ് പോലീസ്, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ഈ പറഞ്ഞ വിജിലൻസ് വിങ്ങിൻ്റെ ഹെഡ് അല്ലെങ്കിൽ വിജിലൻസ് ഓഫീസറായിട്ട് സെക്ഷൻ 68A പ്രകാരം നിയമിതനാകുന്നത്. ഇനി അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് 3 DYSPമാരുണ്ടാകും. അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാൻ 3 DYSPമാരുണ്ടാകും. അതേപോലെ 3 CIമാരുണ്ടാകും. ഓക്കെ, ആൻഡ് പോലീസ് കോൺസ്റ്റബിൾസ്, അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി പോലീസ് കോൺസ്റ്റബിൾസ് ഉണ്ടാകും. അപ്പോൾ ഇത്രയാണ് വിജിലൻസ് വിങ് എന്ന് പറയാം. അപ്പോൾ വിജിലൻസ് വിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ? വിജിലൻസ് വിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് സെക്ഷൻ 68A പ്രകാരം അല്ലെങ്കിൽ റൂൾ 66A, അതിൻ്റെ കൺസേൺഡ് സെക്ഷൻ ആൻഡ് റൂൾസ് ആണ്. അത് പ്രകാരം DIG റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ അല്ലെ, DIG ഓഫ് പോലീസ്, അപ്പോൾ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ഈ വിജിലൻസ് ഓഫീസറായിട്ട് അപ്പോയിൻ്റ് ആകുന്നത്. അതേപോലെ അദ്ദേഹത്തിനെ സഹായിക്കുന്ന ഈ വിജിലൻസ് ഓഫീസറിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന ആരാണ്? ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റാണ് വിജിലൻസ് ഓഫീസറിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ
അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി 3 DYSPമാരും 3 CIമാരും അതേപോലെ പോലീസ് കോൺസ്റ്റബിൾമാരും ഉണ്ടായിരിക്കും. അതുപോലെ ആ ഒരു എന്താണ് വിജിലൻസ് വിങ്ങിൽ ഇൻസ്പെക്ഷൻ നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ചാർജ് കൊടുത്തുകൊണ്ട് ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറും ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി എന്താ, ഇറ്റ് ഹാസ് 3 സോണൽ ഓഫീസസ് അറ്റ് ആലപ്പി, തൃശ്ശൂർ ആൻഡ് കണ്ണൂർ. നമ്മുടെ ഈ വിജിലൻസ് വിങ്ങിന് 3 ഓഫീസുകൾ ഉണ്ടാകും. ഓക്കെ, 3 മേഖലാ ഓഫീസുകൾ ഉണ്ടാകും, സോണൽ ഓഫീസസ് അല്ലേ. ഏത് വിജിലൻസ് വിങ്ങിന്? നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് വിജിലൻസ് വിങ്ങിനുള്ള 3 സോണൽ ഓഫീസുകൾ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? എവിടേക്കാണ്? 1 ആലപ്പുഴ, 2 തൃശ്ശൂർ, 3 കണ്ണൂർ. ഓക്കെ, ദെൻ ദ ഓഫീസ് ഓഫ് കോപ്പറേറ്റീവ് വിജിലൻസ് ഓഫീസർ ഈസ് ഇൻ ചാർജ് ഓഫ് എ ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താ പറഞ്ഞേക്കുന്നത്? ഈ കോപ്പറേറ്റീവ് വിജിലൻസ് ഓഫീസിൻ്റെ ചാർജ് വഹിച്ചുകൊണ്ട് അവിടെ ആരും ഉണ്ടാകും? ഒരു ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഉണ്ടാകും. കേട്ടോ, ദ ഓഫീസ് ഓഫ് കോപ്പറേറ്റീവ് വിജിലൻസ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് എ ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓഫീസിൻ്റെ ചാർജുമായി ബന്ധപ്പെട്ട ഒരു ജോയിൻറ്റ് രജിസ്ട്രാറും ഈ വിജിലൻസ് ഓഫീസറിൻ്റെ ഓഫീസിലുണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഈ ഒരു ക്ലാസ് നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് നല്ല വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. താങ്ക് യു ഓൾ.